നമസ്കാരം. ഉമ്മൻചാണ്ടിയുടെ 82ാം ജന്മദിനത്തോടനുബന്ധിച്ച് അഥവാ കോൺഗ്രസുകാരെ സംബന്ധിക്കുന്നിടത്തോളം പുണ്യാളച്ചൻ മുഖ്യമന്ത്രിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന പരിപാടി നേരത്തെയൊക്കെ നിങ്ങൾക്കറിയാലോ, കോൺഗ്രസുകാർ വളരെ വിപുലമായി ആഘോഷിച്ചുകൊണ്ടിരുന്ന ഒരു പരിപാടിയാണ്. ആ പരിപാടിയിൽ നിന്ന് ഇക്കുറി കോൺഗ്രസ് നേതാക്കന്മാരെ അടപടലം വെട്ടി നിരത്തിയിരിക്കുകയാണ്. നിങ്ങൾ അറിഞ്ഞോ? ഏതെങ്കിലും മാധ്യമങ്ങൾ നിങ്ങളോട് പറഞ്ഞോ? പറയില്ലെന്നേ. കാര്യം ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ വല്ലാത്ത ഐക്യത്തിലാണല്ലോ. ഇന്നിപ്പോ സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞതേ ഉള്ളൂ, കോൺഗ്രസുകാരെല്ലാം വലിയ ഐക്യത്തിലാണ്, ഇപ്പൊ യാതൊരു പ്രശ്നവും. അങ്ങനെ പറഞ്ഞ് നാവെടുത്ത് വായ്ക്കകത്തോട്ട് ഇടുന്നതിന് മുന്നോടിയായിട്ടാണ് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ഇപ്പോൾ ചാണ്ടി ഉമ്മൻ MLA നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വിപുലമായ പരിപാടിയിൽ VD സതീശനോ KC വേണുഗോപാലിനോ തുടങ്ങി ഇപ്പോഴത്തെ കോൺഗ്രസ് നേതൃത്വത്തിൽ തന്നെ വെട്ടി ഒതുക്കിയ തന്റെ കുടുംബത്തിനെ അരികുവൽക്കരിച്ചവരെ എല്ലാത്തിനെയും ഒഴിവാക്കിക്കൊണ്ടൊരു പരിപാടി സംഘടിപ്പിക്കുകയാണ്. അപ്പൊ അത് പുതിയ വാർത്തയല്ല, അത് പണ്ട് എല്ലാവർക്കും അറിയാവുന്നത്. ഇവിടെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് വൻ ഭൂരിപക്ഷത്തിൽ 100-ലധികം സീറ്റുമായി 2026 UDF തിരിച്ചു വരും. അതിന് നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിലെ എല്ലാ നേതാക്കളും ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു ടീം വർക്കാണ്. അത് ഒരു നറേറ്റീവ് ഉണ്ടാക്കി. ഇപ്പൊ CPM നറേറ്റീവാണ്, കോൺഗ്രസിൽ കുഴപ്പമോ കോൺഗ്രസ് അത് പറഞ്ഞ അവസാനം LDF കുഴപ്പമില്ലേ. പഴയ ഗ്രൂപ്പുകാരെയും തന്റെ അപ്പന്റെ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള ബെന്നി ബെഹനാൻ ഉൾപ്പെടെയുള്ള ചില കോൺഗ്രസുകാർക്ക് മാത്രം ക്ഷണം. എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? കോൺഗ്രസിനകത്ത് എത്ര മഹത്തരമായ ഐക്യമാണ്. ഈ അടുത്ത ദിവസമാണ് ചാണ്ടി ഉമ്മന്റെ ഒരു പ്രതികരണം പുറത്തേക്ക് വന്നത്. തന്റെ അപ്പയുടെ ജന്മദിനത്തോട് അല്ലെങ്കിൽ ഓർമ്മ ദിനത്തോടനുബന്ധിച്ചാണ് തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഔട്ട്റീച്ച് സെല്ലിൽ നിന്ന് തന്നോട് പോലും പറയാതെ തന്റെ പേര് വെട്ടിയത് എന്നുള്ള പരിഭവം ഈ അടുത്ത ദിവസം അദ്ദേഹം പങ്കുവച്ചിരുന്നു. അതിനു പിന്നാലെയാണ് ഇപ്പോ ഉമ്മൻചാണ്ടിയുടെ 82ാം ജന്മദിനം. വിപുലമായ പരിപാടികളാണ്. അതിനെ സംബന്ധിച്ച് ചാണ്ടി ഉമ്മൻ ഇട്ടിരിക്കുന്ന പോസ്റ്റ് കൂടി നിങ്ങൾ കേൾക്കണം. പ്രിയപ്പെട്ടവരെ, കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും പുതുപ്പള്ളി MLA-യുമായിരുന്ന എന്റെ പിതാവ് ഉമ്മൻചാണ്ടിയുടെ 82ാം ജന്മദിനമാണ് വരുന്ന ഒക്ടോബർ 31-ന്. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ അന്നേ ദിവസം അദ്ദേഹത്തിന്റെ ജന്മദിനം സമുചിതമായി ആചരിക്കുകയാണ്. ഫൗണ്ടേഷൻ സംസ്ഥാനത്തെ ഭവനരഹിതരായ അർഹതപ്പെട്ട കുടുംബങ്ങൾക്കായി നിർമ്മിച്ചു നൽകുന്ന 53 വീടുകൾ, 20 വീടുകളുടെ താക്കോൽ ദാനവും പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ LP UP സ്കൂൾ വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന 1200 കുട്ടികൾക്കായുള്ള സ്കോളർഷിപ്പ് വിതരണവും ഇതിനോടനുബന്ധിച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. 31/10/2025 വെള്ളിയാഴ്ച 3:30 പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ആദരണീയനായ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് KT തോമസ് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതും ശ്രീ ബെന്നി ബെഹനാൻ MP, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, ശ്രീ ശിവദാസൻ നായർ XMLA, പുതുപ്പള്ളി വികാരി റവറൻ ഫാദർ ആൻഡ്രൂസ് T. ജോൺ മുതലായ വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നതുമാണ്. തന്റെ ജീവിതകാലം മുഴുവൻ സഹജീവികളുടെ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിനായി മാറ്റിവെച്ച അദ്ദേഹത്തിന്റെ ദീപ്തമായ ഓർമ്മകൾ എന്റെയും ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെയും മുന്നോട്ടുള്ള പ്രയാണത്തിന് ഊർജമാകുന്നു. ഈ ചടങ്ങിലേക്ക് പുതുപ്പള്ളി എന്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സ്വന്തം ചാണ്ടി ഉമ്മൻ. അതായത് തന്റെ പിതാവിന്റെ പഴയ അനുയായികളായിരുന്ന, കാലുവാരിയെങ്കിൽ പോലും തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും ബെന്നി ബെഹനാനെയും ശിവദാസൻ നായരെയും മാത്രം ക്ഷണിച്ചുകൊണ്ടൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഉമ്മൻചാണ്ടിയുടെ കുടുംബം വരെ ഇപ്പോഴത്തെ നേതൃത്വത്തോട് കടുത്ത അതിർത്തിയിലാണ്. പലപ്പോഴും ഈ കല്ലറ ഫോട്ടോഷൂട്ടിന്റെ ആൾക്കാരാണല്ലോ. എന്തിനും ഏതിനും കല്ലറയുടെ അടുത്ത് പോയി ഫോട്ടോഷൂട്ട് നടത്തുന്ന ടീംസുകളെ ഒന്നിനെയും, പ്രത്യേകിച്ച് ഷാഫി പറമ്പിൽ, T. സിദ്ദിഖ് അല്ലെങ്കിൽ രാഹുൽ മാങ്ങാണ്ടി തുടങ്ങിയ യുവജന നേതാക്കളെയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ രമേശ് ചെന്നിത്തല, VD സതീശൻ, KC വേണുഗോപാൽ തുടങ്ങി ഒരു വ്യക്തികളെയും അതിലേക്ക് ക്ഷണിച്ചില്ലെങ്കിൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ അതൃപ്തി പുകയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമാണ്. ഈ അടുത്ത ദിവസം യൂത്ത് കോൺഗ്രസ് ഔട്ട്റീച്ച് സെല്ലിന്റെ ഭാരവാഹിത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കിയതിന്റെ പരിഭവം പങ്കുവച്ചതിന് പിന്നാലെ ഇദ്ദേഹത്തെ മേഘാലയയിലേക്ക് നാടുകടത്തുന്ന ഒരു പദവി കൊടുത്തിരുന്നു. അതിലെല്ലാം എങ്ങനെയാണ് ചാണ്ടി ഉമ്മന്റെ അതൃപ്തി ഉള്ളതെന്നും ഇത്രയും വലിയ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഒരൊറ്റ കോൺഗ്രസ് നേതാക്കന്മാരെ ആ പരിപാടിയിലേക്ക് അടുപ്പിച്ചിട്ടില്ലെങ്കിൽ ചാണ്ടി ഉമ്മൻ കൊടുക്കുന്ന സന്ദേശം എന്താണ്? അത് മാത്രമേ ഇപ്പോൾ ചോദിക്കാനുള്ളൂ. ഐക്യത്തിന്റെ കാഹളം മുഴങ്ങി ഞങ്ങൾ ഒറ്റക്കെട്ടായി എല്ലാ വിഷയത്തെയും നേരിടുന്നു എന്ന് പറയുന്നിടത്തും എന്താണ് യാഥാർത്ഥ്യമായി സംഭവിക്കുന്നതെന്നും മാധ്യമങ്ങൾ പലതും കുഴിച്ചുമൂടുന്നത് കൊണ്ട് വസ്തുതകൾ ജനങ്ങൾ അറിയാതിരിക്കുന്നില്ല. പലയിടങ്ങളിലും അസ്വസ്ഥത പുകയുന്നുണ്ട്. അസംതൃപ്തിയുടെ വലിയൊരു കൂടാരമായി കോൺഗ്രസ് മാറിയിരിക്കുന്നു. അതിൽ
ഉമ്മൻചാണ്ടിയുടെ കുടുംബം കൂടി ഉൾപ്പെടുന്നു എന്ന് പറയുമ്പോൾ പുണ്യാളൻ മുഖ്യമന്ത്രി പുണ്യാളച്ചൻ എന്ന് പറയുന്നതൊന്നും ആത്മാർത്ഥതയില്ലാതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും ഉമ്മൻചാണ്ടിക്കുണ്ടായിരുന്ന ആരാധകരെ തങ്ങൾക്കൊപ്പം നിർത്താനുള്ള കപട തന്ത്രമാണെന്ന് തെളിയിക്കുന്നതാണ് ചാണ്ടി ഉമ്മന്റെ ഈ പരസ്യമായ ഒഴിവാക്കൽ എന്ന് പറയേണ്ടി വരികയാണ്.